ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു എന്നുള്ളത്. ഈ വചനമാണല്ലോ ജഡമായിട്ട് വന്നത്. അപ്പൊ ഈ ജഡം എന്നുള്ളത് ഇങ്ങനെ മലയാള ഡിക്ഷണറീസ് നോക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങൾ കാണും. മൂന്ന് നാല് അർത്ഥങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഒന്ന് ശരീരം എന്നുണ്ട്, ബാക്കി ഒറ്റ ചത്തതിന് തുല്യമായ വസ്തുക്കളാണ്. ഒന്ന് ശവശരീരം, ജലം, നിർജീവമായത്, ഐസ്കട്ട പോലെ ആയത്, മരക്കരിന്റെ കഷ്ണം, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ വെറുതെ ദൈവം ശരിക്കും ജഡായിട്ടാണോ ശവമായിട്ടാണോ വന്നത് എന്നുള്ളത് സംശയിച്ചിട്ടുണ്ട്. ഡിക്ഷണറീസ് നോക്കുമ്പോൾ കാണുന്നത് ഇതാണ്. അപ്പൊ ഈ ജീവനില്ലാത്ത വസ്തുവാണോ ഇവരുടെ ദൈവം എന്നുള്ളത് സംശയമാണ്. അറബി വാക്ക് മഹ്റജ് ചെയ്ത് കാര്യം പറയുമ്പോൾ ഇവര് പറയുന്നത് അറബിയിൽ ഒരു വാക്കിന് ഒരു അർത്ഥമേ വരത്തുള്ളൂ. മലയാളത്തിലെ കാര്യം തന്നെ ഇതാ അവസ്ഥ. അപ്പൊ ബാക്കിയുള്ള ഭാഷകളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതിനെങ്ങനെ ഇപ്പൊ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ചിലപ്പം ചിലവരൊക്കെ ജഡത്തിന് വേറെ അർത്ഥങ്ങളായിരിക്കും കൊടുക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാര് കൊടുക്കുന്ന വേറെ അർത്ഥമായിരിക്കും. ഇവരെ കിട്ടിയാല് അറബി വാക്ക് എന്നതിന് ഇവരെ കിട്ടിയാൽ ഇവര് നേരെ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, സാധനം കണ്ടെടുക്കും. ഇപ്പോഴും അറബി ഒരു ട്രാൻസ്ലേറ്റ് ചെയ്താൽ പണി കിട്ടുന്നില്ല. അസല് പണി കിട്ടും. ഈ ആദ്യത്തെ ഇതിന്റെ ഉൽപ്പത്തിയുടെ അസല് പണി കിട്ടും. മലയാളം ആയതുകൊണ്ട് നേരത്തെ ആൾക്കാർ വായിച്ചങ്ങ് പോകുമല്ലോ. ഇപ്പോഴും അറബിയാണ് ഈ പണി നല്ല അസലായിട്ട് കിട്ടും. ഇവര് പറയാ ഇവര് എടുക്കുന്ന ഗൂഗിൾ തന്നെ നമുക്ക് കേൾക്കുക. പക്ഷേ മലയാള ബൈബിള് എടുക്കല്ലേ, അറബിയോ ഹിബ്രുവോ ഗ്രീക്കോ എടുക്കണം, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇവര് വെക്കുന്ന കണക്ക് സെയിം കൗണ്ടർ തന്നെ നമുക്ക് അങ്ങോട്ടും നോക്കാം. ഈ ബൈബിളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാല്, ഒന്ന് ഈ ദാവീദിനോട് ഇസ്രായേലിലെ പോരാളികളെ എണ്ണാൻ പറഞ്ഞത് പിന്നെ ദൈവമാണോ അതോ സാത്താനാണോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ 2 ശമൂവേൽ 24 1 പറയുന്നുണ്ട്, 2 ശമൂവേൽ 24 പറയുന്നുണ്ട് സാത്താനാണെന്ന്. അതേ സ്ഥാനത്ത് 1 ദിനവൃത്താന്തം 21 പറയുന്നുണ്ട് യഹോവയാണ്, ദൈവമാണ്. അപ്പൊ 2 ആളുകളാണ്. സാത്താനും എണ്ണാൻ പറഞ്ഞിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട്, ഈ യഹോവയും എണ്ണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇതന്നെ ഭയങ്കര വൈരുദ്ധ്യമാണ്. കാരണം സാത്താനും ദാവീദിനോട് എണ്ണാൻ പറഞ്ഞു, അതേ സ്ഥാനത്ത് ദൈവവും പറഞ്ഞു. ഇനിയിപ്പോ അതിനുള്ള പിന്നെ എണ്ണത്തിൽ എത്ര ആളുകൾ ഉണ്ടെന്ന്, ഈ ആളുകളുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പൊ ഈ ദൈവത്തിനും പിന്നെ സാത്താനും ഒരേ പവറാണ്. 2 ആളും കൂടിയാണ് ഈ ദാവീദിനെ എണ്ണമെടുക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ മറ്റേ ബൈബിളില് നോക്കുകയാണെങ്കിൽ ഒരു 1000, 5000 എന്നല്ല, 50,000 ഒക്കെ ഉണ്ട് എന്നാ പറയുന്നത്. 50,000 വൈരുദ്ധ്യങ്ങൾ. അതേ സ്ഥാനത്ത് ഖുർആനിൽ ഇവർക്ക് ഒറ്റൊന്ന് കാണിച്ചിരുന്നാൽ മതി. നമുക്കവിടെ സംസാരിക്കാൻ ഇത് തരണില്ലാതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നമ്മുടെ മുനീർ ഭായി ഒരു ചോദ്യം ചോദിച്ചല്ലോ, അതിന് ഒരു ഉത്തരം പറയാവുന്ന ജഡത്തിന്റെ കാര്യം അതല്ലേ പറഞ്ഞേ മുനീർ ഭായി? അതെ അതെ, അത് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഞാൻ അച്ചൻകുലിന്റെ അവരുടെ കണ്ണടച്ചുകൊണ്ട് വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങളത് അത്രയും കാര്യമായിട്ട് എടുക്കണ്ട. അവരുടെ ആ കണ്ണട വെച്ചാണ് നോക്കിയതാണ്. അതിന്റെ ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൊനഷ്ട് പിടിച്ച ഒരു ഗ്രന്ഥമാ. അതായത് അതിനെപ്പറ്റി പറയുന്നുണ്ട്, മുദ്ര വയ്ക്കപ്പെട്ട ഗ്രന്ഥമാണെന്നാണ് അത് പറയുന്നത്. ആ മുദ്ര അഴിക്കുക, ഈ കൊനഷ്ട് അഴിക്കാൻ എല്ലാവർക്കും കഴിയില്ല. അത് അഴിക്കാൻ ദൈവം തന്നെ ചില ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവരതിന്റെ കൊനഷ്ടുകൾ അഴിച്ചിട്ടുണ്ട്. അതാണ് ഈ ബൈബിളിനകത്ത് ഈ സ്ത്രീത്വമൊക്കെ വരാൻ കാര്യം. അതാ ഈ കൊനഷ്ടായിട്ട് കിടപ്പുണ്ട് അതിനകത്ത് കാര്യങ്ങളെ. അത് അറിഞ്ഞുകൂടാത്തവരെ ഈ കൊനഷ്ട് അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഈ ദുരൂഹത അഴിക്കാൻ എല്ലാവർക്കും ആവില്ല. അതിന് ദൈവം തന്നെ നിയോഗിച്ച ആളുകളുണ്ട്. അവരാണ് അതിന്റെ ഈ കൊനഷ്ട് അല്ലെങ്കിൽ ഈ ദുരൂഹത അഴിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാത്തവരാണ് ഈ സ്ത്രീത്വം ഇങ്ങനൊക്കെ പറഞ്ഞ് നടക്കുന്നത്.
പിന്നെ നമ്മൾ ഇവരോടൊക്കെ എത്ര വായിട്ടലച്ചാൽ ഇവരുടെ തലയ്ക്കകത്ത് കയറത്തുമില്ല. അത് കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒത്തിരി ഒത്തിരി പറഞ്ഞു മടുത്തത് കാരണം ഞാനിപ്പൊ ഇതിൽ നിന്ന് ഈ ഇവരോടൊന്ന് അധികം തർക്കിക്കാൻ പോകുന്നില്ല. കാരണം തർക്കിച്ചിട്ട് കാര്യവുമില്ല. അപ്പം ഞാനിപ്പോ ഈ മുനീർ ഭായി ഒരു കാര്യം ഉന്നയിച്ച് ഗൂഗിളിലൊക്കെ തപ്പിയിട്ടും ഈ ജഡം എന്നുള്ളതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത്, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയാം. അതിപ്പോ 100% ശരിയാണോ എന്നുള്ളത് മുനീർ ഭായി നിങ്ങളുടെ അറിവ് ഉപയോഗിച്ച് നിങ്ങൾ ഗൂഗിളിലോ അല്ലെ എവിടെയെങ്കിലും ഒക്കെ അന്വേഷിക്കുക. അത് ജഡം എന്നതുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത് വെറും ജഡം, അതായത് വെറും ജഡം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു മൃതശരീരം, ഒരു ചത്ത മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ അതിനൊക്കെ ജഡം എന്ന് പറയും. അതേസമയം വേറെ ഒരു നമ്മൾ കാതലായി മനസ്സിലാക്കേണ്ട ഒരു അർത്ഥമുണ്ട് ജഡം എന്നുള്ളതിന്. അതായത് ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മളിപ്പോ ഈ ഭൂമിയിൽ കാണുന്ന ജഡശരീരങ്ങളായ ജീവികള്, മനുഷ്യരും മൃഗങ്ങളും നമ്മളെല്ലാം ജഡശരീരികളാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ജഡം എന്ന് പറഞ്ഞാൽ മരിച്ച ജഡം മാത്രമല്ല, ജീവനില്ലാത്ത ജഡം മാത്രമല്ല, ജഡശരീരം എന്ന് പറഞ്ഞാൽ ആത്മീയ ശരീരികളല്ലാത്തവർ, അങ്ങനെയുള്ളവരെയും ജഡം എന്ന് പറയും. എന്നാൽ അതേസമയം ആത്മീയ ശരീരികളുണ്ട്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ മനുഷ്യരെ ജഡശരീരികളെ മാത്രമല്ല, ആത്മീയ ശരീരികളെ അതിനു മുമ്പേ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെയാണ് ഈ ദൂതന്മാരെന്നോ മലക്കുകളെന്നോ മാലാഖമാരെന്നൊക്കെ പറയുന്ന അനേകതരം ജീവികളുണ്ട്. അവരെ ആത്മീയ ശരീരികൾ എന്ന് പറയും. നമ്മൾ മനുഷ്യരെ, മൃഗങ്ങളെ, മത്സ്യങ്ങളെ, പക്ഷികളെ, അതിനെല്ലാം ജഡശരീരികൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് ജഡം എന്നതിന്, ജഡശരീരി എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയം മരിച്ചുപോയ ഒരു ജീവനില്ലാത്തതിനെയും ജഡം എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഈ ഒരു വേർതിരിച്ച് മനസ്സിലാക്കണം. അതാണ് ഈ പിന്നെ ബൈബിളിൽ പറയുന്ന വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ ആത്മീയ ശരീരിയായിരുന്ന ക്രിസ്തു, അതായത് ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയായ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഒരു ആത്മീയ ശരീരിയായിരുന്നു. ദൈവം അനേകം ആത്മീയ ശരീരികളായ, ഞാൻ പറഞ്ഞല്ലോ, മലക്കുകളെ, ദൂതന്മാരെ, പിന്നെ കെരൂബുകളെ, സെറാഫുകളെ, അനേക തരം ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഞാൻ എൻ്റെ ബൈബിൾ അറിവെന്ന് പറയുന്നതാ കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോ ഈ ആത്മീയ ശരീരികൾ, അങ്ങനെ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ ആത്മീയ ശരീരിയായ വ്യക്തിയാണ് ആര്? ക്രിസ്തു. അപ്പം അതിനെയാണ് തന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ, ആദ്യം ദൈവം സൃഷ്ടിച്ചു എന്നതിന്റെ അർത്ഥമല്ല. ദൈവം ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ഒരു മകൻ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ഈ ബൈബിളിന്റെ ആ ഭാഷ, അതിന്റെ ആ ഒരു രീതി മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടി എന്നേ അർത്ഥമുള്ളൂ. ദൈവത്തിന് അല്ലാതെ ഈ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടാകുന്ന സ്ഥിതിയിൽ അങ്ങനെ ഉണ്ടായ മകനല്ല യേശു. ദൈവത്തിനെല്ലാം ദൈവം ജനിപ്പിക്കുക, സൃഷ്ടിക്കുക എന്നെല്ലാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാണ്. ദൈവത്തിനെ സൃഷ്ടിക്കുന്നു, സൃഷ്ടിയാണ് അവൻ ചെയ്യുന്നത്. അല്ലാതെ ജനിപ്പിക്കുക, ഈ ആദ്യം സൃഷ്ടിച്ചത് കൊണ്ടാണ് അവനെ ആദ്യജാതൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ സകല അധികാരവും അവന് കൊടുത്തു ദൈവം, ഈ അത്യുന്നത ദൈവം, മരണമില്ലാത്ത ദൈവം. ആ അധികാരം കൊടുത്തത് കൊണ്ട് ആ അധികാരം ഉപയോഗിച്ച് അവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ക്രിസ്തു ചെയ്ത കാര്യമാണത്. അവൻ എന്നും ഈ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നവനാണ്. അതിനൊക്കെ അനേകം വചനങ്ങളും വാക്യങ്ങളും അതൊക്കെ വേണം എടുത്തു തരാം. അപ്പം ആ ആത്മീയ ജീവിയായിരുന്ന ക്രിസ്തു, അവൻ പിന്നെ ഒരു ജഡശരീരം എടുത്തു, ആത്മീയ ശരീരം അങ്ങ് വിട്ടുകളഞ്ഞു. അതേക്കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുക, അത് അപ്പൊ പിന്നെ ബാക്കി ഓർക്കുന്നില്ലല്ലോ. അതായത് അത് പിന്നെ പറയാം. അതായത് അവൻ പിന്നെ തന്റെ ആത്മീയത, അല്ല എന്താ, ജഡശരീരമല്ലാത്ത ആത്മീയ ശരീരമായ അവസ്ഥയെ വിട്ടുകളഞ്ഞിട്ട് ജഡശരീരം സ്വീകരിച്ചു. അപ്പൊ അങ്ങനെ സ്വീകരിച്ച് അവനൊരു പൂർണ്ണ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ ഈ പെന്തക്കോസ് അല്ല, എല്ലാ വിഭാഗക്കാരും ഒത്തിരി വേറെ ആളുകളും പഠിപ്പിക്കുന്നത് ക്രിസ്തു മനുഷ്യനായി മാറിക്കഴിഞ്ഞും പിന്നെയും ദൈവമാണ്.
ദൈവം എന്ന് പറയുന്നത് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങൾ എന്ന് പറയുന്നവർ തന്നെ അനേകരുണ്ട് ബൈബിളില്. അതിലെ പ്രമുഖനായ ദൈവം എന്ന് വേണേ ക്രിസ്തുവിനെ പറയാം എന്നുള്ളതേ ഉള്ളൂ. അത്യുന്നത ദൈവമല്ലവൻ. അതാണ് അതിന്റെ അടിസ്ഥാന തത്വം. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആരെ? ആദ്യത്തെ സൃഷ്ടിയാണ് ക്രിസ്തു. അപ്പം ആദ്യത്തെ സൃഷ്ടി മാത്രമല്ല, അവസാനത്തെ സൃഷ്ടിയുമാണവൻ. അതുകൊണ്ടാണ് അവനെ പറ്റി പറയുന്നത് ഞാൻ ആദിയും അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞാൽ എന്നെയാണ് ദൈവം ആദ്യമായി സൃഷ്ടിച്ചതും അവസാനമായി സൃഷ്ടിച്ചതും. പിന്നെ ദൈവം ഒരു സൃഷ്ടി നടത്തിയിട്ടില്ല. ബാക്കി സൃഷ്ടി മുഴുവൻ നടത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ പുത്രൻ, ഈ ആദ്യത്തെ സൃഷ്ടിയായ അല്ലെ ഏക സൃഷ്ടിയായ. അതുകൊണ്ടാണ് അവനെ ഏകജാതൻ എന്ന് പറയുന്നുണ്ട്, ആദ്യജാതൻ എന്നും പറയുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയാണത്. ദൈവം അല്ലാതെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ജനിപ്പിച്ച അങ്ങനത്തെ മകനല്ലവൻ. മനസ്സിലായോ? ദൈവം നേരിട്ട് സൃഷ്ടിച്ച വ്യക്തിയാണ് ക്രിസ്തു. ആ ക്രിസ്തു ആത്മീയ ജീവിയായിരുന്നു. അവൻ ആ ആത്മീയ ശരീരം വെടിഞ്ഞിട്ട് അത് വിട്ടുകളഞ്ഞിട്ട് ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചിട്ട് മറിയയിൽ കൂടി ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മാത്രമാണ്, അതിന്റെ കൂടെ ദൈവത്വം ഇല്ല. അത് പറഞ്ഞാൽ ഈ കൂട്ടർക്കൊന്നും മനസ്സിലാകത്തില്ല. അവര് പറയുന്നത് 100% ദൈവമാണെന്നാ പറയുന്നത് ഭൂമി വന്നപ്പോഴും. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഇവൻ മരിക്കുന്നത്? ഒരു ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? പിതാവായ ദൈവം ഒരിക്കലും മരിച്ചിട്ടില്ല, ഉണ്ടോ? അതേസമയം പുത്രൻ മരിച്ചു, അടക്കപ്പെട്ടു. പിന്നെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ചാണ് ആ പുത്രൻ ഉയർത്തെണീറ്റത്, അല്ലെ? പിതാവാണ് ഉയർപ്പിച്ചത്. പിന്നെ എങ്ങനെയാ ഇവര് ദൈവത്തിന് സമനായിട്ട് ഈ പുത്രനെ വെക്കുന്നത്? അത് ഇവരുടെ ബൈബിൾ സംബന്ധമായ അറിവിന്റെ കുറവാണ്. എന്ന് പറയുമ്പോ ഞാനിപ്പോ ബൈബിൾ സംബന്ധമായിട്ട് സർവജ്ഞാനിയാന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതാണ് അതിന്റെ ബൈബിളിന്റെ അടിസ്ഥാന തത്വം. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ബൈബിൾ ഒരു ദുരൂഹതയുടെ ഗ്രന്ഥമാണ്. ആ ദുരൂഹതകൾ സാധാരണ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. ആ ദുരൂഹതകളെ വേർതിരിച്ച് അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ ദൈവം തന്നെ ചില ആളുകളെ അതാത് സമയത്ത് എണീൽപ്പിച്ചിട്ടുണ്ട്. അവരിതിന്റെ സത്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പണ്ടെങ്ങാണ്ടോ ത്രിത്വമാണ്, ദൈവം എല്ലാവരും ഒന്നാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ തലച്ചോറിനകത്ത് കയറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാവട്യ വിശ്വാസമാണിത്. അത്യുന്നത ദൈവത്തിന് സമനായിട്ടാരുമില്ല. അതിന് അനേകം വാക്യങ്ങൾ ബൈബിളിലുണ്ടെന്നേ. അതായത് ഞാൻ തന്നെ യഹോവ, എനിക്ക് സമനായി ആരുണ്ട് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതുപോലെ അവന്റെ കൈ തടയാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. പിന്നെ യേശുക്രിസ്തു തന്നെ പറയുന്നത് എന്റെ പിതാവിനേക്കാൾ വലിയവനാണ്, അവന്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഈ കൂട്ടര് വിശ്വസിക്കുകയില്ല. അവര് പിന്നെയും പറയും ദൈവത്തിന് തുല്യനാണ്, പരിശുദ്ധാത്മാവും തുല്യനാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തി പോലുമല്ല, അതൊരു വെറും ശക്തിവിശേഷം. വെറും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണത്. അതാണ് പറയുന്നത് ബൈബിളിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, പിന്നെ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിവിശേഷം ഈ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, അല്ലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്. അപ്പൊ നമ്മുടെ ഉദാഹരണം ഇലക്ട്രിസിറ്റി വന്ന് പരിവർത്തിച്ചിട്ടാണ് നമ്മുടെ എല്ലാ വീട്ടിലുള്ള ലൈറ്റ്, ഫാന്, ഫ്രിഡ്ജ്, AC ഇതെല്ലാം ജീസസിന്റെ അടുത്ത് പ്രാവായിട്ട് വന്ന ശക്തിയാണോ അത് ബോഡ്ലി രൂപത്തിലാണോ? അത് പ്രാവായിട്ട് പല രൂപത്തിൽ വരുമെന്ന്. ദൈവം അയക്കുന്നത് അതാത് സമയത്ത് തനിക്ക് തോന്നുന്നത് പോലെ അയക്കും. പ്രാവിന്റെ രൂപത്തിൽ വരണമെന്ന് പറഞ്ഞാൽ പ്രാവിന്റെ രൂപത്തിൽ വരും. അതുപോലെ തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തു ഉയർത്തെണീറ്റ് സ്വർഗത്തിൽ ചെന്ന ശേഷം പരിശുദ്ധാത്മാവ് എന്ന ദാനം പിതാവിൽ നിന്ന് സ്വീകരിച്ചു. അപ്പൊ പിതാവ് ഒരു ദാനം, ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം ഈ ഉയർത്തെണീറ്റ് വന്ന പുത്രന് കൊടുത്തു. അത് എന്താണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ പിതാവ് ഒരു വ്യക്തിയെ എടുത്ത് കൈ പിടിച്ചിട്ട് തന്റെ പുത്രനെ എന്നാടാ നിന്റെ കയ്യിലോട്ട് ഇരുന്നോട്ടെ, ഇത് സമ്മാനം മൂന്നാമതൊരു വ്യക്തിയെ കൊടുത്തെന്നാണോ? ബൈബിൾ അവധാനതയോടെ പഠിക്കാൻ, അത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണ്ട, ഈ പഠിപ്പിക്കാൻ ദൈവം തന്നെ അതാത് കാലത്ത് ആളുകളെ എണീൽപ്പിച്ചിട്ടുണ്ട്.
ആ എണീൽപ്പിക്കപ്പെട്ടവർ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയവർ അത് വിവരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ ഇവർക്ക് മനസ്സില്ല. ഇവര് പണ്ട് 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 മുതലേ സ്വീകരിച്ചു പോരുന്ന ഏതോ ഒരു കുറെ വിശ്വാസങ്ങളുണ്ട്. അതിന്റെ അതായത് AD 325 നമ്മുടെ പിന്നെ അവിടെ സൂര്യദോഷം ഊരിട്ട് അവിടെ കുറെ തീരുമാനം എടുത്തല്ലോ. അതിന്റെയൊക്കെ സാഹചര്യം വേറെയാണ്. മനസ്സിലായോ? ആ തരം വിശ്വാസങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് പിടിവിടാൻ മനസ്സില്ലാതെ കഴിഞ്ഞുകൂടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെ അവസ്ഥയാണിത്. അവർ അതിനെ വിട്ടിട്ട് ബൈബിൾ സമഗ്രമായി അതാത് കാലത്ത് ദൈവം ഏൽപ്പിച്ച ആളുകൾ അത് വിവരിച്ചിട്ടുണ്ടെന്ന അർത്ഥം. അതും മനസ്സിലാക്കണം. സമഗ്രമായി ബൈബിൾ പഠിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ പിന്നെ കുറെ കെട്ടുകഥകൾ വിശ്വസിച്ചുകൊണ്ട് നടന്നാൽ ആ നടക്കുന്നവർ ഇങ്ങനെ തന്നെ പോകും. അവരോട് ഒത്തിരി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ആ പശ്ചാത്തലം. അപ്പം ദൈവം അത്യുന്നത ദൈവത്തിന് സമനായി ആരുമില്ല. അവന് മരിക്കാൻ കഴിയില്ല. അവൻ ആരെയും കല്യാണം കഴിച്ച് മകനായിട്ട് ജനിപ്പിച്ചിട്ടില്ല. അവന്റെ സൃഷ്ടിയാണ് ക്രിസ്തു. ആ ക്രിസ്തു അവന്റെ ആത്മീയ ശരീരം വിട്ടുകളഞ്ഞ് പൂർണ്ണമായും ജഡമായൊരു മനുഷ്യനായി തീർന്നു. ക്രിസ്തു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാകുന്നു എന്ന്? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവനെ കയ്യപ്പാസിന്റെ അരമനയിലും അന്നാസിന്റെ അരമനയിലും പീലാത്തോസിന്റെ അരമനയിലും ഒക്കെ കൊണ്ട് വിസ്തരിച്ചപ്പം അവനോട് ചോദിച്ചിട്ടുണ്ട്, നീ ദൈവപുത്രനാകുന്നുവോ? അവൻ പറഞ്ഞിട്ടുണ്ട്, അതെ ഞാനാകുന്നു. അവനോട് ആരും ചോദിച്ചിട്ടില്ല നീ ദൈവമാകുന്നുവോ എന്ന് ചോദിച്ചിട്ടുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ അവൻ പറയുന്നു, ദൈവത്തോട് കേട്ട വചനങ്ങൾ നിങ്ങളോട് സംസാരിച്ച മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യഹൂദന്മാരോട് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് കേട്ട സത്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ മനുഷ്യനാണെന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ ദൈവപുത്രനാണെന്ന്. ദൈവമാണെന്ന് ഒരിക്കലും ക്രിസ്തു പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാക്കാതെ പുള്ളിയെ പിടിച്ച് ദൈവമാക്കി വെച്ചേച്ച് ചുമ്മാ ഇവിടെ കിടന്ന് ക്ലബ് ഹൗസിൽ കിടന്നടി. ഇപ്പൊ ഈ നമ്മുടെ മുനീർ ഭായി ചോദിച്ചതിന്റെ ആ ജഡം എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതായത് അവൻ ജഡമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ജഡമല്ല, ജഡശരീരിയായിട്ട് ആത്മീയ ശരീരിയായിരുന്ന ക്രിസ്തു, ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായി സ്വർഗത്തിലുണ്ടായിരുന്ന ക്രിസ്തു ജഡശരീരിയായിട്ട് മാറി. എങ്ങനെ? തന്റെ പിതാവിന്റെ അത്യുന്നത ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് അവൻ ജഡശരീരിയായിട്ട് മാറി. ജഡശരീരമായിട്ട് മാറിയ പിന്നെ അവൻ ആത്മീയ ശരീരി അല്ല. മനസ്സിലായോ? അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് മനുഷ്യനായി മരിച്ച് അവൻ അടക്കപ്പെട്ടു. പിതാവ് അതിൽ പ്രസാദിച്ചത് കൊണ്ട് ആ പിതാവാണ് അവനെ ഉയർത്തെണീപ്പിച്ചത്, സ്വയമായി ഉയർത്തതല്ല. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെല്ലാം പിന്നെ ഇതൊക്കെ ഇവരുടെ മനസ്സിനെ ഈ സാത്താൻ കുരുടാക്കിക്കളെ. അത് വാക്യമുണ്ട് ബൈബിളില്, സാത്താൻ ഈ മനസ്സിനെ മറച്ചു കളയുന്നതാണ്, സത്യങ്ങൾ ഗ്രഹിക്കാതെ വണ്ണം. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ ജഡശരീരിയായി മാറി യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ ജീവിച്ചത്. അവൻ ഒരു ദൈവവുമായിരുന്നില്ല ഭൂമിയിലായിരുന്നപ്പോൾ. ദൈവം എന്ന് പറഞ്ഞാൽ അത്യുന്നത ദൈവം മാത്രമേ ഉള്ളൂ. പിന്നെ ദൈവിക പ്രകൃതി, ആത്മീയ പ്രകൃതി ഉണ്ടായിരുന്നു അവന് സ്വർഗത്തായിരുന്നപ്പോൾ. അത് വിട്ടുകളഞ്ഞിട്ടാണ് അവൻ വന്നത്. അതിനെയാണ് ഈ തുല്യത എന്ന് പറയുന്നത്, സമത്വം. അതായത് ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുന്നത്, ദൈവം ഒരു ആത്മാവാണ്, ആത്മീയ വ്യക്തിയാണ്. ആ ആത്മീയ ശരീരം ഉപേക്ഷിച്ചു കളഞ്ഞു. അതിനാണ് പറയുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. സമത്വം എന്ന് പറഞ്ഞാൽ എന്നതാ ഇത്? ഈ ആത്മീയ ശരീരിയാണ് എന്നുള്ള ആ സമത്വം, അതേ ഉള്ളു. അല്ലാതെ ദൈവത്തോട് എല്ലാ കാര്യത്തിലും സമത്വം എന്നുള്ള അർത്ഥമല്ല. ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി ഹിഡൻ പിന്നെ നോളജ് ബൈബിളിനെ സംബന്ധിച്ചുണ്ട്. അത് സമഗ്രമായി പഠിക്കുന്നവർക്ക്, അല്ലെ അത് സമഗ്രമായി പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം എണീൽപ്പിച്ച ആളുകളുണ്ട്, അവരിൽ നിന്ന് പഠിക്കണം. അങ്ങനെ പഠിക്കാതെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, അങ്ങനെയാണ് ദൈവം എങ്ങനെ മരിക്കുന്നത്? അതിനവർക്ക് ഉത്തരവും ഇല്ല. ഇങ്ങനെ കിടന്ന് മനുഷ്യനിട്ട് കുഴയ്ക്കും. ഈ മുനീർ ഭായ് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട്, ഇതാണ് ഈ ജഡശരീരത്തിന്റെ അർത്ഥം. ജഡശരീരിയായിട്ട് അവൻ മാറി എന്നുള്ളതാണ്. ആത്മീയ ശരീരം വിട്ട് ജഡശരീരി എന്നുള്ള. അപ്പൊ അതാണ് ജഡം എന്നുള്ളതിന്റെ ഒരു അർത്ഥം. അതുണ്ട്. ആ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അവൻ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ മരിച്ചപ്പോൾ അവൻ ജഡമായിരുന്നു, അത് ജഡശരീരിയായിരുന്നു അതിന്റെ അർത്ഥം. ജഡശരീരിയായി അല്ലെ മനുഷ്യ ശരീരത്തോടുകൂടി അവൻ മരിച്ചു. അവനെ ഉയർത്തെണീപ്പിച്ചപ്പോ ദൈവം എണീപ്പിച്ചത് ആ ജഡശരീരിയായിട്ടല്ല, രൂപാന്തരം ഭവിച്ചിട്ട്
ആത്മീയ ശരീരമായിട്ടാണ് ഉയർത്തത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരൊരു മാളിക മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരുന്നപ്പോ വാതിലുകൾ തുറക്കാതെ അവൻ അകത്ത് കിടന്നത്. അതുകൊണ്ടാണ്. പിന്നെ അവന്റെ ശരീരം ആത്മീയ പ്രകൃതിയുള്ള ശരീരമാണ്. അതിന് ഈ വാതിലുകളോ ഭിത്തിയോ ഒന്നും തടസ്സമില്ല, അങ്ങനെ കടന്നു വരാൻ പറ്റും. അതേസമയം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ അങ്ങനെയല്ല. അവൻ മനുഷ്യ ശരീരി, ജഡശരീരിയായിരുന്നു. ഇങ്ങനെ അനേകം ഈ നമ്മള് ആഴ്ന്നിറങ്ങി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ബൈബിളിൽ. അതൊന്നും മനസ്സിലാക്കാതെയാണ്, ഞാനിപ്പോ കുറ്റം പറയുകയല്ല കേട്ടോ, ഈ ആളുകൾ ഇതെല്ലാം ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. 100% ദൈവമായിരുന്നു, 100% മനുഷ്യൻ. അങ്ങനെയാണ് ഒരാൾക്ക് ആകാൻ പറ്റുന്നത്. ഒരാൾക്ക് 100% മനുഷ്യനായ ഒരാൾക്ക് പിന്നെ 100% ദൈവവും കൂടെ ആകാനിരിക്കുവോ? ഈ യേശുക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദൈവമായിരുന്നുകൊണ്ടാണെന്നാ പറയുന്നത്. അല്ല, ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അവനെ അഭിഷേകം ചെയ്തത് കൊണ്ടും അവൻ രോഗികളെ സൗഖ്യമാക്കിയും പിന്നെ ആന്തർക്ക് കാഴ്ച കൊടുത്തും സഞ്ചരിച്ചതായ വിവരങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പൊ അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ടാ, അല്ലാതെ അവൻ ദൈവം ആയതുകൊണ്ടല്ല. ഓക്കെ, ഈ നീർവായിത്തം ചോദിച്ചോണ്ട് ബ്രദറെ ഒരു ചെറിയൊരു സംശയം, ഒറ്റ സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ജഡം എന്ന് പറഞ്ഞാല് അത് ജീവനുള്ള ശരീരത്തിനാണോ ജീവനില്ലാത്ത ശരീരത്തിനാണോ ജഡം എന്ന് പറയുക? അതല്ലേ ഞാൻ പറഞ്ഞു. ജഡമെന്ന് പറഞ്ഞാൽ ജീവനുള്ള ജഡത്തിനും ജഡമെന്ന് പറയാം, ജീവനില്ലാത്തതിനെയും ജഡമെന്ന് പറയാം. ജഡം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ജഡശരീരി. ജഡശരീരി എന്ന് പറയുന്നത് നമ്മളൊക്കെ മനുഷ്യരെ, ഞാൻ പറഞ്ഞല്ലോ, മൃഗങ്ങളെ, ഈ ഭൂമിയിലുള്ളത് എല്ലാം ജഡശരീരികളാണ്. അതെ 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 അതെ. അപ്പൊ ജീവനുള്ള ശരീരത്തിനെയും ജീവനില്ലാത്ത ശരീരത്തിനെയും ജഡം എന്ന് പറയും അല്ലേ? പറയാം. പിന്നെ ജീവനില്ലാത്ത ജഡം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എന്നല്ലേ? അല്ല, ജഡം എന്ന് പറയാൻ നമ്മൾ പ്രഥമ ദൃഷ്ടിയ കേൾക്കുമ്പോ ഒരു ജഡം എന്ന് പറഞ്ഞാൽ മൃതശരീരം അല്ലെങ്കിൽ ശവം എന്ന് നമുക്ക് കേൾക്കാം. പക്ഷേ ബൈബിളിൽ അർത്ഥമാക്കുന്നത് ജഡം എന്ന് പറഞ്ഞാൽ ജഡശരീരി എന്നാണ്. എന്നാൽ ജഡം മരിച്ചു പോയതിനെ ഉദ്ദേശിച്ചും അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അതല്ല ഞാൻ ബൈബിൾ എന്താണ് ഉദ്ദേശിക്കുന്നതല്ല ചോദിച്ചത്. ജഡം എന്ന് പറയുന്നത് ജീവനുള്ള ശരീരത്തിനെയാണോ ജീവനില്ലാത്ത ശരീരത്തിനെയാണോ എന്നാ ഞാൻ ചോദിച്ചോളൂ. ബൈബിൾ എന്തോ പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമല്ല. ഞാൻ ചോദിച്ചത് സിമ്പിൾ ചോദ്യമാണ്. ആ ഒരു സംശയം. ജഡമാ രണ്ടിനെയും പറയല്ലോ? രണ്ടിനെയും പറയാം. ജഡത്തെ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ജഡത്തിനെ പ്രസവിച്ചു എന്ന് പറയാൻ പാടുണ്ടോ? പറയാമല്ലോ. ജഡം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറയുന്നുണ്ട്. ഈ ശരീരത്തിന് ജീവനുള്ളതിനാണോ ജീവനില്ലാത്ത ശരീരത്തിനെയാണോ? അല്ല, അത് പറയുന്നില്ല, ശരീരം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ജീവനുള്ള ശരീരത്തിനെ പറയുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. അല്ലല്ല, അങ്ങനെയല്ല. റസാഖ് ഭായിയുടെ അറിവിന്റെ പരിമിതിയാണത്. ജഡം എന്ന് പറയുമ്പോൾ അവിടെ രണ്ടർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതിന് നമ്മൾ ബൈബിളിലെ ആത്മീയ ഗ്രന്ഥങ്ങളും കൂടെ പരിഗണിക്കണം. ഇപ്പൊ ഗൂഗിളിലൊക്കെ വരുന്നത് ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ അതായത് ഈ നമ്മൾ ബൈബിളിലെ ആത്മീയ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പം ആത്മീയ ശരീരികളും ജഡശരീരികളുമുണ്ട്. മനസ്സിലായോ? അത് ഞാൻ വിവരിച്ചല്ലോ മുമ്പേ. ഞാൻ മുമ്പേ പറഞ്ഞ മറുപടിക്ക് അത് വിശദീകരിച്ചല്ലോ. അതായത് ആത്മീയ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ ബോഡി ഇല്ലാത്ത, അതിപ്പം ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ലായിരിക്കുമല്ലോ. അപ്പം അതായത് ഞാനതല്ല, യേശുക്രിസ്തു ഉയർത്തു കഴിഞ്ഞാൽ അവന് ഒരു ഭിത്തിക്കകത്തൂടെ കടന്നു പോകാൻ പറ്റും. ദൂതന്മാർക്ക് അങ്ങനെ പറ്റും, മാലാഖന്മാർക്ക് പറ്റും, മലക്കുകൾക്ക് പറ്റും, കെരൂബുകൾക്ക് പറ്റും. അവർക്ക് ജഡശരീരമല്ലാത്തത് കൊണ്ട് ഒരു ഭിത്തിയോ കതകോ ഡോറോ ഇതും തടസ്സമല്ല, അതിലൂടെ കടന്നു പോകാൻ പറ്റും. അതാണ് അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത. അതിനെയാണ് ആത്മീയ ശരീരി എന്ന് പറയും. പിന്നെ അതേസമയം പറഞ്ഞു തീർക്കട്ടെ. അപ്പം അങ്ങനെയുള്ള ജഡശരീരിയെയും ജഡമെന്ന് പറയും, അതേസമയം ജീവനില്ലാത്ത ശരീരത്തെയും ജഡമെന്ന് പറയാം. ഈ രണ്ടു തരത്തിലും പറയാം. അപ്പോ വചനം ജഡമായി തന്നാൽ വചനം ശവമായെന്നും പറഞ്ഞൂടെ? ഇല്ല, ബൈബിൾ പശ്ചാത്തലത്തിൽ ബൈബിൾ ശരിയായിട്ട് പഠിച്ചവന് അങ്ങനെ പറയാൻ പറ്റില്ല. വചനം ജഡമായി തീർന്നു പറഞ്ഞാൽ വചനം
ശരീരമായി തീർന്നു എന്നതിന്റെ അർത്ഥം. അതെ, അത് അത് ജീവനുള്ള ശരീരമാണോ ജീവനില്ലാത്ത ജീവനില്ലാത്ത ശരീരമാണോ എന്നാണ് ചോദ്യം. ആ ജീവനുള്ളത് തന്നെയാണല്ലോ. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ പറയുമ്പോ ജഡം അപ്പൊ വചനം ജീവനില്ലാത്ത ജഡമായി അപ്പൊ ഈ തീർന്നു. ജീവനില്ലാത്ത ശരീരത്തിന് എന്താ പറയാ? ഇങ്ങനെ ഇടപെടാതെ പറഞ്ഞു തീർക്കട്ടെ. അതായത് വചനം ജഡമായി തീർന്നു പറഞ്ഞാൽ ലോഗോസ് എന്ന് പറയുന്ന ആത്മീയ ജീവിയായിരുന്ന ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ക്രിസ്തു അല്ലെ മിശിഹ എന്ന് പറഞ്ഞാൽ ലോഗോസ്. അവൻ ആത്മീയ ജീവി, ആത്മീയ ശരീരമുള്ളവനായിരുന്നു. അവൻ അത് വിട്ടുകളഞ്ഞിട്ട് ജഡശരീരം സ്വീകരിച്ചു. ആ ജഡം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച ജഡമല്ല, ജീവനില്ലാത്ത ജഡമല്ല, ജീവനുള്ള ജഡശരീരത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അജോ ബ്രദറെ, ഈ ജീവനില്ലാത്ത ശരീരത്തിന് എന്താ പറയാ? ഇത് രണ്ടും പറയുന്നേ. ജഡശരീരിക്കും ജഡമെന്ന് പറയും, മരിച്ച ശരീരത്തിനും ജഡമെന്ന് പറയും. അജോ ബ്രദറെ, ഏതായാലും പിന്നെ താങ്കൾ ഇവിടെ വരികൾക്കിടയിലെ പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ക്രിസ്തു പിന്നെ ദൈവത്വം അതിനെ സമത്വം മുറുകെ പിടിക്കാതെ എന്നുള്ള ഒരു വചനങ്ങൾ പറഞ്ഞല്ലോ. സത്യത്തിൽ അത് എന്താണ് അവിടെ ഉദ്ദേശം? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനല്ലേ നിങ്ങൾ വായിച്ചത്? അപ്പൊ അതിൽ ശരിക്കുള്ള ഉദ്ദേശം എന്താണ് അവിടെ? പൗലോസിന്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ആ ലേഖനം എഴുതാനുള്ള ഒരു കാരണം എന്ന് അജോ ബ്രദറിന് അറിയോ? അതിപ്പോ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് പൗലോസിന്റെ അറിവനുസരിച്ച് എഴുതി. യൂനുസ് ഭായി ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ യൂനുസ് ഭായി ഇപ്പൊ ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ വളരെ ആഴത്തിൽ തന്നെ ബൈബിൾ പരിശോധിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് എന്റെ അറിവനുസരിച്ചുള്ള ഉത്തരം പറഞ്ഞാല് വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലോഗോസ് എന്ന് പറയുന്ന ആ വ്യക്തി, ആ ആത്മീയ ശരീരിയായിരുന്ന സ്പിരിച്വൽ ബീയിങ് ആയിരുന്ന ആ വ്യക്തി ഒരു പിന്നെ ഭൗമിക ശരീരിയായിട്ട് ജഡശരീരിയായിട്ട് മാറി. അപ്പൊ അവൻ ആ ആത്മീയ ശരീരം അല്ലെ ആത്മീയ അവസ്ഥ വിട്ടുകളഞ്ഞു. പിന്നെ അവനതില്ല. പിന്നെ അവൻ ജഡശരീരിയാണ്, മനുഷ്യനാണ്. അത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ യൂനുസ് ഭായിക്ക് കൂടുതൽ അറിയാമെങ്കിൽ പറ. എനിക്ക് എന്റെ അറിവ് ഇത്രയേ ഉള്ളൂ. പിന്നെ അജോബായി, അതില് പിന്നെ നിങ്ങൾ ലോഗോസ് എന്ന് പറഞ്ഞത് ശരിയാണ്. ഗ്രീക്ക്, അത് വചനത്തിന്റെ പിന്നെ ഗ്രീക്ക് പദമാണ്. അതേസമയം അവിടെ യേശു ഉപയോഗിച്ചിട്ടുള്ളത് ദബ്രി എന്നാണ്. ദബ്രീം വചനം. അത് പിന്നെ ആ വചനം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ വരുന്നുള്ളൂ. അത് ദബ്രീം എന്ന പദത്തിനെ ഗ്രീക്കിലേക്ക് മാറ്റിയതാണ്. അതാണ് ലോഗോസ്, വചനം. പിന്നെ ഞാനിവിടെ പറഞ്ഞെന്താ വെച്ചാല്, നിങ്ങളിപ്പോ പറഞ്ഞ ഈ ദൈവത്വം, അദ്ദേഹം ദൈവത്വത്തെയും സമത്വം മുറുകെ പിടിക്കാതെ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവിടെ താങ്കൾ പറഞ്ഞത് ഒരു ക്രിസ്തീയ വിശ്വാസം, ഒരു വീക്ഷണമാണ്. ഞാനത് പിന്നെ എതിർക്കല്ല. അതേ സമയം തന്നെ പൗലോസിന്റെ വീക്ഷണം അതില് മറ്റൊരു വീക്ഷണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഫിലിപ്പിയർക്കിടയില് അവിടെ തർക്കങ്ങൾ ഉണ്ടാവുക. പിന്നെ അവര് പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അവർ തമ്മിൽ അങ്ങനെ പിന്നെ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ആയപ്പോ അവർക്ക് എഴുതിയ കത്താണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവരോട് പിന്നെ അവിടെ പൗലോസ് എന്താണ് പറയണത്? പിന്നെ അത് നിങ്ങളൊക്കെ പ്രബോധനം നടത്തുകയാണ്. അപ്പൊ ആ പ്രബോധനം പിന്നെ നിങ്ങൾ ഏത് വിധത്തിൽ നടത്തിയാലും പിന്നെ അതില് പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ എളിമപ്പെടണം എന്ന ആ ഒരു പദപ്രയോഗം അദ്ദേഹത്തെ പ്രയോഗിക്കുന്നുണ്ടായില്ലേ. അപ്പൊ അവിടെ സംഭവം എന്താ വെച്ചാൽ അവർക്കിടയിലുള്ള തർക്കങ്ങള് ഞാനാണ് വലുത്, നീയാണ് വലുത് എന്നുള്ള ഒരു വലിയൊരു ഇഷ്യൂസ് ഉണ്ടായി അവിടെ. അതിനെ തുടർന്നാണ് ഈ ലേഖനം എഴുതുന്നത്. എന്നിട്ട് അത് താങ്കൾക്ക് 1-ാം അധ്യായം 2-ാം അധ്യായം വരെ വായിച്ചു നോക്കിയാൽ താങ്കൾക്ക് കാര്യങ്ങൾ കാണാം. അതില് ഞാനത് സമയം എടുക്കുന്നതുകൊണ്ട് മാത്രം, സമയം അധികം നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എന്നിട്ട് അദ്ദേഹം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ
സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, കണ്ടോ, അവരെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കുകയാണ്. വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ടു, ഐക്യമതപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. കണ്ടോ, ഇതാണ് അവിടെ പ്രശ്നം. അപ്പൊ അവിടെ എന്താണ് ഈ പറയുന്ന പൗലോസ്? അതായത് ഓരോരുത്തരും മറ്റേ എന്നേക്കാൾ ശ്രേഷ്ഠൻ മറ്റവനാണ് എന്നുള്ള ഒരു മാനസികമായ പിന്നെ പിന്നെ എന്താ പറയാ, ആ ഒരു ഭാവം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷ പ്രവർത്തനം നടത്തിക്കോളി എന്ന് അദ്ദേഹം പറയണേ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കണ്ടോ, ഇവിടെ അദ്ദേഹം എന്നിട്ട് പറയണ എന്താണ്? ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് അവിടെ പിന്നെ അതിന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തു യേശുവിന്റെ ഭാവം എന്ന് പറയുന്നത് എന്താണ്? ആ ഭാവമാണ് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചത്. കാരണം നിങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങളും പ്രബോധനം നടത്തുമ്പോൾ വലിയ പ്രശ്നങ്ങളും മറ്റേ ഞാനാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്നുള്ള ഒരു പിന്നെ അത് അത്തരം ഒരു പിന്നെ ദുരഭിമാനം വേണ്ട. ക്രിസ്തു യേശുവിലുള്ള ഭാവം, ആ ക്രിസ്തു യേശുവിൽ എങ്ങനെയായിരുന്നു ഭാവം ഉണ്ടായിരുന്നത്? അത് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്നിട്ടാണ് അവർ പറഞ്ഞത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. നമ്മളിവിടെ യേശു ക്രിസ്തുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ദാസരൂപം എടുത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഇവിടെ ഈ രൂപം എന്ന് പറയുന്നതിന് ഭാവം എന്ന്, പിന്നെ അതിന് നിങ്ങളത് നോക്കിയാൽ കാണാം. രൂപം എന്ന് പറഞ്ഞാൽ അതിന് ഭാവം എന്നുണ്ട്, മനസ്സ്. അപ്പൊ ആ ഭാവം, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ പൗലോസ് അവിടെ തുടങ്ങണത്. അവൻ ദൈവരൂപത്തിൽ, ദൈവത്തിന്റെ ആ ഭാവത്തിൽ ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ആ പ്രഭാവം എന്നാണ് ആ രൂപത്തിന് മലയാളത്തിൽ പ്രഭാവം എന്ന് കൂടി അതിനൊരു പിന്നെ പര്യായമുണ്ട്. അപ്പൊ ആ പ്രഭാവത്തിൽ യേശു അവരെ മുന്നിൽ, ആ സമൂഹത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. എങ്ങനെ? അദ്ദേഹം വലിയ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ബൈബിളിൽ എഴുതിയ പോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടവരെ ഉയർപ്പിക്കുന്നു. അതുപോലെ തന്നെ രോഗികളെ സൗഖ്യമാക്കുന്നു. അപ്പൊ ആ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഇടയിൽ എങ്ങനെയാണ് അദ്ദേഹം ഒരു ദൈവിക പ്രഭാവം അദ്ദേഹത്തിൽ കാണുകയാണ്. പൗലോസ് അതാണ് അവിടെ വിവരിക്കുന്നത്. ആ പ്രഭാവത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ദൈവത്തോടുള്ള ഒരു സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, അതായത് മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരങ്ങളോ ഒക്കെ കിട്ടുമ്പോൾ ആ വ്യക്തി തന്നെ പറയും ഞാനാണ് ദൈവം, അല്ലെങ്കിൽ ഞാനാണ് ഇതെല്ലാം നിയന്ത്രിക്കണം എന്നുള്ള ഒരു പിന്നെ എന്തുണ്ടാവും, അയാളിലൊരു ഗർവ് വന്നുകൂടും. അതാണ് ഇവിടെ പറയുന്നത്. ഏതുപോലെ? അതായത് യെശയ്യാ പുസ്തകത്തില് ബാബിലോൺ രാജാവിന്റെ യൂനുസ് ഭായി, താങ്കൾ പറഞ്ഞത് മനസ്സിലായി. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? താങ്കൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. യൂനുസ് ഭായിയോട് ഞാൻ ബൈബിളെ സംബന്ധിച്ച് പറയുന്നത് സാഹസമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം താങ്കൾക്ക് നന്നായി ബൈബിൾ ഗ്രാഹ്യമുള്ള ആളാണ്. അപ്പൊ അതായത് ഈ പിന്നെ പറയുന്നത് എന്താ, നിങ്ങൾ എളിമയുള്ളവരായിരിക്കണം എന്നാണ് ആ പറയുന്നത്. ഈ തർക്ക വിതർക്കങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഇടയിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾ ഉള്ളവരായിരിക്കണം. ഓരോരുത്തരും മറ്റുള്ളവൻ താങ്കളെക്കാൾ ശ്രേഷ്ഠനായി എണ്ണിക്കൊള്ളണം. അതായത് നീ വലിയ ആളാണെന്ന് നീ വിചാരിക്കരുത്. അപ്പുറത്ത് നിന്റെ കൂടെ നിൽക്കുന്നവൻ ആണ് നിന്നേക്കാൾ വലിയവനെന്ന് എപ്പോഴും നിങ്ങൾ വിചാരിച്ചോണം എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം.
ആ എളിമ, ആ വിനയഭാവം യേശു ക്രിസ്തു എന്നും പുലർത്തിയിരുന്നു. അവൻ പറഞ്ഞു തന്നതാ, ഞാനല്ല വലിയവൻ, എന്നേക്കാൾ വലിയവൻ ഒരുത്തനുണ്ട്, അവൻ എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്, ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരു ദൗത്യം തന്നെ തന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. പിന്നെ പറയുന്നത് എന്താ, അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തിന്റെ രൂപം തന്നെ ആത്മീയ രൂപിയാണ് ദൈവം. അത്യുന്നത ദൈവം എന്ന് പറഞ്ഞാൽ ആത്മീയ രൂപിയാണ്, മനുഷ്യ ശരീരം പോലുള്ള ജഡശരീരമുള്ളവനല്ല, ആത്മീയ രൂപിയാണ്. അപ്പം ഈ തന്റെ സൃഷ്ടിയായ ക്രിസ്തുവും ആത്മീയ രൂപിയായിരുന്നു. അപ്പം ആ ആത്മീയ രൂപിയായ ആ ക്രിസ്തു ആ ആത്മീയ രൂപം വിട്ടുകളഞ്ഞിട്ട് ജഡരൂപം എടുത്തു. ജഡരൂപം എന്ന് പറയുമ്പം താഴ്ന്ന നിലയിലുള്ള രൂപമാണത്. ദൂതന്മാരെ പോലെയോ അല്ലെ ആത്മീയ ജീവികളായ മറ്റുള്ളവരെ പോലെയുള്ള പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള അവസ്ഥയിലുള്ളവനായിരുന്ന ക്രിസ്തു ആ ഉയർന്ന നിലവാരം വിട്ടിട്ട് താഴ്ന്ന നിലവാരമുള്ള ജഡശരീരിയായിട്ട് മാറി. ദൂതന്മാരെക്കാൾ പോലും താഴ്ന്നവനായിട്ട് മാറിപ്പോയി അവൻ. കാരണം ദൂതന്മാരൊക്കെ ആത്മീയ ശരീരികളാണ്. കെരൂബുകളാണെങ്കിലും സറാഫുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും ഈ പറയുന്നവരെല്ലാം ആത്മീയ ജീവികളാണ്. അവർക്ക് പല സവിശേഷതകളുമുണ്ട്. അങ്ങനെയുള്ള സവിശേഷതകളുള്ള ശരീരത്തോടു കൂടിയായിരുന്ന ക്രിസ്തു ആ സവിശേഷകൾ വെടിഞ്ഞ് വെറും മനുഷ്യനായിട്ട് ജഡശരീരിയായിട്ട് മാറി. അതെന്തുകൊണ്ടാ? പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച്. അങ്ങനെ ആ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി തനിക്കുണ്ടായിരുന്ന ആ ഉയർന്ന അവസ്ഥ വിട്ടുകളഞ്ഞ് താഴ്ന്ന അവസ്ഥയിലേക്ക് വന്നതിനെയാണ് ആ സമത്വം വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിനോട് എല്ലാ അർത്ഥത്തിലും സമമുള്ളവനായിരുന്നു എന്നുള്ള അർത്ഥമല്ലത്. ഇവിടെ പഠിപ്പിക്കുന്ന സഭകളെല്ലാം പഠിപ്പിക്കുന്ന അതാണ്. ദൈവത്തോട് എല്ലാ അർത്ഥത്തിലും സമത്വമുള്ളവനായിരുന്നു ഈ ക്രിസ്തു എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയല്ല. തന്റെ പിതാവായ അത്യുന്നത ദൈവത്തിന്റെ സൃഷ്ടിയായവൻ എങ്ങനെയാ എല്ലാ അർത്ഥത്തിലും പിതാവിനോട് സമനാകാൻ കഴിയുക? അത് തന്നെ ഭയങ്കര ഫൂളിഷ്നെസ് അല്ലേ അത്. അതിപ്പോ ഇവിടെ വേറെ ക്രിസ്ത്യാനികളിലും ഉണ്ടെങ്കിൽ എന്നെ ചിലപ്പോ തല്ലിക്കൊല്ലോ അവരെ. അജ ബ്രദറെ, ഞാൻ ഈ ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് യെശയ്യാ പുസ്തകത്തില് ബാബിലോൺ രാജാവ് അഥവാ അത് വീണുപോയ അല്ലെങ്കിൽ സാത്താനെയാണെന്നൊക്കെ അത് പിന്നെ അത് സിമ്പിളായിട്ട് പറയാറുണ്ട്. അവിടെ ഉണ്ടല്ലോ ബാബിലോൺ രാജാവിനെ കുറിച്ച് പറയുന്ന 14-ാം അധ്യായം തോന്നുന്നുണ്ട്. അതായത് സമ്പത്തും അധികാരവും ഒക്കെ കിട്ടിയപ്പോ അവന് ദൈവത്തിന്റെ മേലെ ഒരു കസേര ഇട്ടിരിക്കും, ദൈവത്തിന്റെ മേലെ അല്ലെങ്കിൽ ദൈവത്തിനേക്കാൾ വലിയവനാകാൻ ശ്രമിച്ചൊരു ഭാഗം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രകൃതം യേശുവിന് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നെ പൗലോസ് പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ദൈവിക പ്രഭാവത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. പിന്നെ യേശു ദൈവരൂപം എന്ന് പറയുമ്പോൾ അതിന് പ്രഭാവം എന്നുള്ള അതിന്റെ മീനിങ് വരുന്നുണ്ട്. അത് നമ്മൾക്ക് നോക്കിയാൽ കാണാതെ ആ ദൈവിക പ്രഭാവത്തിൽ, കാരണം ശിഷ്യന്മാരുടെ ഇടയിൽ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു പ്രഭാവത്തിൽ അങ്ങനെ ഇരിക്കെ തന്നെ അപ്പോ ഞാനാണ് ദൈവം എന്നുള്ള ഒരു എന്താ പറയാ അത്തരം ഒരു മാനസിക എന്താ പറയാ ഗർവില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു എന്നാ പറയണേ. യേശുവിനെ ദാസരൂപം എടുത്തതായിട്ട് നമുക്ക് കാണാം. കാരണം എന്താണ്? യേശുവിനെ ദാസരൂപം എടുത്തത് സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അവിടെ തൻ്റെ വസ്ത്രം അഴിച്ചുകൊണ്ട് അഴയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു തോർത്തുമുണ്ട് അരയിൽ ചുറ്റി ആ ദാസന്മാരുടെ കാല് കഴുകിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവരുടെ തന്നെ കാല് തുടക്കുന്ന ഒരു പിന്നെ രംഗം അവിടെ കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കണ അതാണ്. യേശു ദാസരൂപം എടുത്തു എന്ന് പറയുന്നത് അതാണ്. കാരണം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു പിന്നെ സ്വീകാര്യത തന്നെയായിരുന്നു. കാരണം യേശുവിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും അദ്ദേഹത്തെ കർത്താവെന്ന് വിളിച്ചതായിട്ട് കാണാം. അതായത് ഒരു കണ്ണ് കാണാത്ത അന്ധനെ അതിനകത്ത് താങ്കൾ പറഞ്ഞ ഭാഗം ശരിയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് തുടച്ചു. കാരണം അവൻ ജീവിതത്തിൽ ഉടനീളം വിനയവും എളിമയും എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ പറയുന്ന ആ വാക്യത്തിന്റെ അർത്ഥം അതല്ല. അവൻ ദാസരൂപം എടുത്തു എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിയായിരുന്ന അവൻ, അതായത് ആത്മീയ ജീവികൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ശ്രേണിയിലുള്ള ജീവികളാണ്. ദൈവത്തിന്റെ അനേകം സൃഷ്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുന്നത് കേട്ടോ.
ആ അനേകം ഉയർന്ന തരത്തിലുള്ള ജീവികളാണ് ഈ ആത്മീയ ജീവികൾ. ഞാൻ അത് പറഞ്ഞല്ലോ, മലക്കുകളെ, കരൂബുകളെ, സറാഫുകളെ, അങ്ങനെയൊക്കെ പലതരം സൃഷ്ടികൾ ദൈവത്തിനുണ്ട്. അതേസമയം അതിനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള പിന്നെ സൃഷ്ടികളാണ് ഭൂമിയിലുള്ള ജഡശരീരികള്. ആ ഭൂമിയിലുള്ള ജഡശരീരികളിൽ തന്നെ ഏറ്റവും മേന്മയുള്ളതാണ് മനുഷ്യപ്രകൃതം. അപ്പം ദൂതപ്രകൃതത്തിൽ, ആത്മീയ പ്രകൃതത്തിലായിരുന്ന ക്രിസ്തു ആ പ്രകൃതം വിട്ട്, അതായത് ദൈവം ഒരാത്മാവാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ദൈവത്തിന്റെ ആത്മീയ പ്രകൃതിയെ വിട്ടിട്ട് അവൻ വളരെ താഴ്ന്ന ജഡശരീരിയായിട്ട് മാറി. അതിനെയാണ് ഈ ദാസരൂപം എടുത്തു എന്ന് പറയുന്നത് അവിടെ. ആ അർത്ഥത്തിലാണ്. അജോ ബ്രദർ പറഞ്ഞല്ലോ, ഈ ജഡത്തിന് ജീവനുള്ള ശരീരത്തെയും ജഡം എന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ജഡത്തിന്, ശവശരീരത്തിന് മാത്രമേ ജഡം എന്ന് പറയുന്നുള്ളൂ, അല്ലേ? ഇപ്പൊ ജോഷുവന്റെ പുസ്തകം ജഡത്വം എന്ന് പറയണത്, ജഡത്വം എന്ന് പറയുന്നത് ഇപ്പൊ കസേരക്ക് ജഡത്വമുണ്ട്. കസേര അതിന്റെ ജഡത്വം എന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ നമ്മള് സയൻസിലൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അതിന് ജഡത്വം എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പൊ അത് ഒരു ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു, പിന്നെ അത് എവിടെയെങ്കിലും നിലകൊള്ളുമ്പോൾ അതിനെ ജഡത്വം എന്ന് പറയും. അതേസമയം ആ വസ്തു ചലിച്ചു കഴിഞ്ഞാൽ ആ വസ്തു ചലിച്ചു കഴിയുമ്പോൾ അത് അതിന്റെ ജഡത്വം പോയി. അപ്പൊ അവിടെ ജഡത്വം ഇല്ല. ശവശരീരത്തെ മാത്രമാണ് ഈ ജഡം എന്ന് പറയുന്നത്. ബൈബിളിൽ വേറൊരു പിന്നെ അതിന് ഉള്ളൊരു എന്താ കാഴ്ചപ്പാടാണ് അതിന് കാണുന്നത്. കാരണം നമ്മളിപ്പോ ജഡം എന്ന് സാധാരണ ഉപയോഗിക്കുമ്പോഴും ശാസ്ത്രീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴൊക്കെ അതിന് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു അത് ചലിക്കാതെ നിലകൊള്ളുമ്പോൾ അതിന്റെ ജഡാവസ്ഥയിലാണെന്ന് പറയും സാധാരണ. അത് സാധാരണ സ്കൂളിലൊക്കെ പഠിപ്പിക്കണാണത്. അതേസമയം ക്രിസ്തീയ വിഭാഗങ്ങൾ അത് പറയുന്നത് എന്താ വെച്ചാല്, വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പിന്നെ ഇതാണല്ലോ, കൽപ്പനയാണല്ലോ, ആ കൽപ്പനയാണ്. അപ്പൊ അത് യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനം ജഡമായി തീർന്നു എന്ന് പറയണതേ. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണതേ. 1-ാം അധ്യായത്തിലാണ് വചനം ജഡമായി തീർന്നു. പിന്നെ കൽപ്പനക്ക് രൂപല്ലല്ലോ, കൽപ്പനക്ക് രൂപല്ല. വചനം എന്ന് പറയുന്നത് കൽപ്പനയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സംസാരമാണ് വചനം. സങ്കീർത്തനം 17:4 നമുക്ക് കാണാം, ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന വചനം, അതിനാണ് സംസാരം, ദൈവത്തിന്റെ സംസാരമാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിനെന്താണ്, രൂപല്ല. അവരാ അർത്ഥത്തിലാണ് എടുക്കുന്നത്, അതിനൊരു രൂപല്ലല്ലോ. അപ്പൊ വചനം ജഡമായി എന്ന് പറയുമ്പോ എന്താണ്, വചനത്തിന് അവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ ഒരു രൂപം ഉണ്ടാവുകയാണ്. അതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ നമ്മള് പിന്നെ അതിനെ മനസ്സിലാക്കുമ്പോ എന്താ വെച്ചാല്, വചനം ജഡമായി എന്ന് പറയുമ്പോൾ വചനം ശരിക്കും പറഞ്ഞാല് പിന്നെ പ്രായോഗിക അർത്ഥത്തില് അത് ശവമായി എന്നുള്ള ഒരു പിന്നെ ഇത് വരും. അല്ലെങ്കിൽ വചനം നിശ്ചലമായി എന്ന് പറയേണ്ടി വരും. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവായിട്ട് അത് നിശ്ചലമായി എന്ന് പറയേണ്ടി വരും. പക്ഷെ അവര് കാണുന്നത് ഈ അവസ്ഥയിലാണ്. കാരണം മറ്റേ ഈ വചനത്തിന് രൂപമല്ലല്ലോ. അപ്പൊ ഈ വചനം എപ്പോഴാണ് അത് രൂപപ്പെടുന്നത്? അപ്പൊ അതാണ് ജഡമായി എന്ന് പറയുമ്പോഴാണ് അതിന് രൂപമായി എന്നുള്ളതാണ് അവര് കണക്കാക്കുന്നത്. ഞാൻ മനസ്സിലാക്കണ അതാന്ന് തോന്നുന്നുണ്ട്. അതന്നെയാണ് അജോ ബ്രദർ പറയാൻ ശ്രമിച്ചത്. പക്ഷെ മൂപ്പർക്ക് അതാണ്ട് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല തോന്നുന്നുണ്ട്. അതിൽ യോഹന്നാൻ 1:1 പറഞ്ഞത് അതിൽ ജഡമായി തീർന്നു എന്നുണ്ടാ. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അല്ല, വചനം ജഡമായി ഏകജാതനായവന്റെ തേജസ് പിന്നെ അവന്റെ, അതായത് ദൈവിക തേജസ്സായി ഞങ്ങൾ കണ്ടു എന്ന് പറയണില്ലേ, അങ്ങനൊരു ഭാഗം ഉണ്ടല്ലോ. അത് കുറച്ചാണ് താഴേക്കിറങ്ങിയിട്ട് ഇതാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അതാണോ? അതന്നെ അതാണ് പറയുന്നത്. ഇതിപ്പോ അത് 14-ാമത്തെ വചനമാണ്. അതെ. അത് വേറൊരു ഭാഗത്തും പറയുന്നുണ്ട് കേട്ടോ. വേറൊരു ഭാഗത്തും ഈ വചനം ജഡമായി എന്ന് പറയുന്ന വേറെ ഭാഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൊറിന്തോസ് ലേഖനത്തിലോ മറ്റൊക്കെയാണത്. ഇതിൽ ജഡമായി എന്ന് പറയുന്നില്ല, മാംസമായി എന്നല്ല പറയുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു.
കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകി വിളിച്ചു പറഞ്ഞു, ഇവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു. ഇവിടെ ജഡമായി എന്ന് പറയുന്നില്ലല്ലോ, മാംസമായി എന്നല്ല പറയുന്നത്. പക്ഷെ ആ വചനം ജഡമായിന്ന് സത്യവേദ പുസ്തകത്തിലുള്ളതേ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കണ്ടോ, ഇതാണ് സംഭവം. ഇവിടെ ഞാന് കൂടുതൽ എടുക്കാറുള്ളത് മറ്റേതാണ്, POC ആണ്. ആ വചനം ജഡമായി തീർന്നു, അത് സത്യവേദ പുസ്തകത്തിലുണ്ട്. ഞാൻ POC വചനം മാംസമായി തീർന്നു എന്നാ. അപ്പൊ ജഡന്റെ മാംസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവനില്ലാത്ത ഒരു വസ്തുവല്ല മാംസം എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ ഈ ഇറച്ചിന്റെ ഇപ്പൊ ബീഫൊക്കെ വാങ്ങുമ്പോ മാംസം ഇറച്ചി അല്ലേ? അതാണ് ഷാ ഞാൻ പറഞ്ഞതേ, ഇതുവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണില്ല. എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, വചനം എന്ന് പറഞ്ഞാൽ അതിനൊരു രൂപല്ല, അതാണ് സംഭവം. അപ്പൊ വചനം മാംസമായി അല്ലെങ്കിൽ വചനം ജഡമായി എന്ന് പറയുന്ന ഒരു ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ആകുകയാണ്, ഒരു രൂപം ഉണ്ടാകുകയാണ്. അതിന് മറ്റേന് രൂപമല്ലല്ലോ, വചനത്തിന് രൂപമല്ലല്ലോ. ബൈബിളില് ദൈവം തന്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊരു വചനം ഉണ്ടല്ലോ. നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് വചനുണ്ട്. അപ്പൊ ഈ ദൈവം മനുഷ്യൻ എന്ന ആണിനെയും പെണ്ണിനെയും ദൈവമാണല്ലോ സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ ഈ സൃഷ്ടിച്ച ഒരാളാണെങ്കിൽ അവിടെ നാം എന്ന് പറഞ്ഞത് പിന്നെന്താണ്, ഒരു റോയൽ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അതല്ല രണ്ടു പേരാണെങ്കിലോ അവിടെ നാം എന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ സൃഷ്ടിച്ചത് രണ്ട് മനുഷ്യരാണ്, ഒരു ആണിനെയും ഒരു പെണ്ണിനെയാണ്. വ്യത്യസ്ത രൂപമാണ്, വ്യത്യസ്ത DNA, വ്യത്യസ്ത സ്വഭാവങ്ങള്, വ്യത്യസ്ത ശബ്ദങ്ങള്. അപ്പൊ ശരിക്കും രണ്ട് മനുഷ്യരെയാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ ഈ നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ അവിടെ യഹോവയുടെ ഭാര്യ ഉണ്ട് എന്നല്ല അവിടെ അർത്ഥം. പെണ്ണായിട്ട് യഹോവയുടെ ഭാര്യ അവിടെ ഉണ്ട് എന്നും പറയാൻ കാരണം വെച്ചാൽ അവിടെ ഒരു യഹൂദന്മാർക്ക് ഒരു ഇതുണ്ട്, ഇത് അശേര എന്നൊരു ഭാര്യ ഉണ്ട് യഹോവക്ക്. ആ അശേരയുടെ കർമ്മസ്ഥാനൊക്കെ ഇതിനടുത്ത് കണ്ടെത്തിയിട്ട് അവിടുന്ന് കുറെ ശില്പങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും സത്യം അതാണെന്ന് നമുക്കറിയാം. എന്തായാലും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തില് നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന് രണ്ട് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഒന്ന് ആണിനെയും ഒന്ന് പെണ്ണിനെയും. അപ്പൊ ഇവിടെ നാം എന്ന് പറയുന്നത് പിന്നെ റോയൽ ലാംഗ്വേജ്, റോയൽ വാക്കല്ല. അപ്പൊ രണ്ട് പേരാണ് നാം, അതായത് ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണ് സൃഷ്ടിച്ചത്, ഒരു ആണിനെയും ഒരു പെണ്ണിനെയും. അങ്ങനെ വരൂലേ? അല്ല, ദൈവത്തിന് നാം എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? അല്ല, അത് റാസ്പുട്ടിനെ, അത് നമ്മളൊരു ഹാൽവിൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഉണ്ട്, പെന്തക്കോസ്ത് പാസ്റ്റർ. ഞാൻ പഠിക്കാതിരിക്കുകയാണോ? അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ്, മൂന്ന് ദൈവങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് തീർച്ചയായിട്ടും പെന്തക്കോസ്ത് പറഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും ക്രിസ്തീയ ദൈവവിശ്വാസത്തിൽ തീർച്ചയായിട്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് ആദ്യ ദൈവം. അത് ഡൗട്ടുമില്ല. ഞാൻ ചോദിച്ചത് അൺഡൗട്ടഡ് കാര്യമാണത്. നാം എന്ന് പറയാം, ദൈവത്തിന് പറയാം, ഒരു കുഴപ്പമില്ല. മര്യാദപൂർവ്വം രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ ദൈവത്തിന് ഉപയോഗിക്കാം തീർച്ചയായിട്ടും. അപ്പൊ അവിടെ ഒരാളെ സൃഷ്ടിക്കാൻ പാടുള്ളൂ. നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിച്ച ആദമിനെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ അവിടെ ഔവയെയും സൃഷ്ടിച്ചിട്ടുണ്ട്, പെണ്ണാണ്. അപ്പോ ഈ ഒരാളാണെങ്കിൽ ആ ദൈവത്തിന്റെ, ഈ നാം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ രൂപം ഏതാണ്? വായിച്ചു പഠിക്കേ. ബൈബിള് വായിച്ചിട്ടാണ് ഈ പറയണത്. ഇനി വായിക്കേണ്ട ആവശ്യമില്ല, അവിടെ നിൽക്ക്, വെയിറ്റ് ചെയ്യും. എവിടെയാണ് പ്രശ്നമുള്ളത്? അപ്പൊ ഇവിടെ അവിടെ നിൽക്ക്. അപ്പൊ ഇവിടെ നാം എന്ന് പറയുന്നത് ഈ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന ഭാഷയല്ല. അവിടെ രണ്ട് പേരുണ്ട്, ഭാര്യയും ഭർത്താവ്. യഹോവയുടെ ഭാര്യയും ഉണ്ട്, യഹോവ എന്ന ഭർത്താവും ഉണ്ട്. അപ്പൊ നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പൊ ഒരാളുടെ ഛായയിൽ ആദമിനെ സൃഷ്ടിച്ചു, മറ്റൊരു ഭാര്യയുടെ ഛായയിൽ ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പൊ അവിടെ നാം എന്നത് രണ്ടു പേർക്കുള്ളതാണ്, കാരണം രണ്ട് സൃഷ്ടിയുണ്ട് ഇവിടെ.
അതാണ് എന്റെ വാദം. ഇത് ഞാൻ അറിയാത്ത കോണ്ടാക്സ്റ്റ് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. അതെ, ഞാനിവിടെ നമ്മളെ ഈ മറ്റേ പെന്തോ വാസ്തർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വചനം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതായത് ഉണ്ട്. അപ്പൊ ശാഖ സ്വാഭാവികമായിട്ടും അവിടെ മൂന്ന് ഒരു സൃഷ്ടികൾ സെക്കൻഡ്. വരണ്ടേ. നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ആദമായ ആണിനെയും ഹൗവ എന്ന പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ ആണും പെണ്ണും കണ്ട വേറൊരാളെ സൃഷ്ടിച്ച ആരാണ്? ഞാൻ ആ വചനം ഒന്ന് വായിക്കണം സാക്ക. വായിക്ക്. ഇങ്ങനെ ദൈവം അതാതു തരം കാട്ടുമൃഗങ്ങളെയും അതാതു തരം കന്നുകാലികളെയും അതാതു തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ലതാണെന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലെയും ആകാശത്തിലുള്ള പറവജാതികളുടെ മേലെയും മൃഗങ്ങളിൽ മേലെയും സർവഭൂമിയുടെ മേലെയും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതി മേലെയും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ഇവിടെ ഈ ദൈവം പിന്നെ ദൈവത്തിന്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ദൈവത്തിന്റെ രൂപം എന്താണ്? ആദാമിന്റെ രൂപം, മനുഷ്യരൂപം അല്ലേ? ഇവിടെ ദൈവത്തിന്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് റാസ്കുട്ടി. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യരൂപാണോ? അല്ല, അത് എവിടെ വായിക്കുന്നത്? ബൈബിളിൽ നിന്ന് വായിക്കുന്നത്, ഖുർആനിൽ വായിക്കുന്നേ? ഖുർആനല്ല, ഇവിടെ ബൈബിളാ വായിക്കുന്നത്. 31 അല്ല, പിന്നെ പരിശുദ്ധാത്മാവാണ് സൃഷ്ടിച്ചെങ്കിലും ഒക്കെ പ്രാവിന്റെ രൂപമായി മാറൂലേ? അങ്ങനെയും പ്രശ്നം വരൂലേ? അതെ, ചോദിച്ചത് എന്താ പറയോ, ഇവിടെ ദൈവത്തിന്റെ മനുഷ്യരൂപാണെന്നാ ചോദിച്ചത്. കാരണം ബൈബിള് പറയുന്നത് നാം നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, ഉണ്ടാക്കാം എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ബൈബിളിൽ പറയുന്ന യഹോവക്ക് അല്ലെങ്കിൽ ഈ കർത്താവിന് മനുഷ്യന്റെ രൂപമായിരുന്നു എന്നല്ലേ അവിടെ പറയുന്നത്? അത് മാത്രല്ല ഇപ്പൊ മൂന്നാളും ഉണ്ടെന്നാണല്ലോ ക്രിസ്ത്യാനികളുടെ വാദം. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് നാം നമ്മുടെ രൂപത്തിൽ എന്ന് പറയണെന്ന് അവർ പറയണു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണുന്ന എന്താണ്? ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പ്രാവാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ രൂപം പ്രാവാണല്ലോ. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രാവിന്റെ രൂപത്തില് വന്നു എന്ന് പറയുന്നില്ലേ പരിശുദ്ധാത്മാവ്? അതെ. അപ്പോ പ്രാവിന്റെ രൂപത്തിലായിരിക്കണല്ലോ കുറെ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ വേറൊന്നുണ്ട് യൂനിസ്ക. അവിടെ ഏതാൻ തോട്ടത്തിൽ പ്രാവിനെ കാര്യം പറയുന്നില്ലല്ലോ. അല്ല, അത് ശരി. പക്ഷെ ഇവരുടെ വിശ്വാസേ പിതാവും പുത്രനും പരിശുണ്ട്. അതിപ്പോ പുത്രൻ മൂന്നാമതായിട്ടുള്ളത് ഒരു സാത്താൻ എന്നൊരു പാമ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ പരിശു ഏത് രൂപമാണ്, ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, ഇവിടെ ദൈവത്തിന്റെ രൂപം മനുഷ്യരൂപമാണ്. പിന്നെ ഇപ്പൊ ഈ യേശു ഈ ജഡമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദാസരൂപം മാറ്റി വെച്ച് ദാസരൂപം എടുത്തു വന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ ദാസന്റെ രൂപം തന്നെയല്ലേ ദൈവത്തിനുള്ളത്? ദാസൻ എന്ന് പറഞ്ഞാല് മനുഷ്യന്. ആദമിന്റെ രൂപം എന്താണ്? മനുഷ്യരൂപല്ലേ? അപ്പൊ ആ രൂപത്തിലല്ലേ യേശു വന്നിട്ടുള്ളത്. അപ്പൊ ദൈവത്തിന്റെ രൂപത്തിൽ തന്നെ ദൈവം വന്നു എന്ന് പറയണ്ടേ? ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി അല്ലേ? അല്ല റസാഖ് ഭായ്, ഇപ്പൊ ദൈവത്തിന്റെ രൂപം എന്താണ്? മനുഷ്യന്റെ രൂപമാണ്. അതെ. യേശു ഏത് രൂപമാണ് വന്നത്? ഏത് രൂപത്തിലാ വന്നത്? മനുഷ്യന്റെ രൂപത്തിലല്ല വന്നത്. പിന്നെ അവിടെ ദൈവരൂപം മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവരൂപം എന്താണ്? മനുഷ്യരൂപമാണെന്നല്ലേ പറഞ്ഞത്.
അതെ അതെ. പിന്നെ അത് മാത്രല്ല, അങ്ങനെ വന്ന യേശുക്രിസ്തു മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യ വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഏതാണ് അപ്പൊ ഈ ദൈവത്തിന്റെ രൂപം ഏത്, മനുഷ്യന്റെ യഥാർത്ഥ രൂപം ഏത്? അതാണ് കൺഫ്യൂഷന്. കാരണം ദൈവത്തിന്റെ രൂപം ആദാമിന്റെ രൂപമാണ്. യേശുക്രിസ്തു വന്നത് ദൈവരൂപം മാറ്റി വെച്ചിട്ട്, ആദാമിന്റെ രൂപം മാറ്റി വെച്ചിട്ട്. ആദാമിന്റെ രൂപം തന്നെ യേശുക്രിസ്തുവിന്റെ രൂപത്തിലുള്ളത്, മനുഷ്യന്റെ രൂപല്ലേ. അതാണ് കൺഫ്യൂഷൻ. മരിച്ചതിന് ജഡം മരിക്കാത്തതിന് ജഡം എന്ന് പറയുമെന്ന് വെച്ചപ്പോ അതിനും പറയും, മരിച്ചതിനും പറയും എന്ന കാര്യമാണ് നമ്മൾ ചോദിച്ചാല്. ബൈബിളിൽ വരുമ്പോ ഇങ്ങനൊക്കെ പറയും. ബൈബിളിന് പുറത്ത് പോയാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നാവും ലാസ്റ്റ്. ബൈബിളിൽ എന്തും ചെയ്യാം, എങ്ങനെ വേണം പറയാം. പിന്നെ മനുഷ്യരൂപത്തിൽ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ഇവിടെ പിന്നെ ബൈബിളിന് അത് പിന്നെ ഈ വൈരുദ്ധ്യം വിശദീകരിക്കാൻ കഴിയില്ല. യേശു ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറയുന്നുണ്ട്, അവൻ ദാസരൂപം എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ രൂപം എന്താ? മനുഷ്യരൂപം തന്നെയല്ലേ. പിന്നെ അവിടെ എന്താണ് ഇപ്പൊ ഈ ദൈവരൂപം, പിന്നെ ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറയുന്നതിന്റെ അതില് വലിയൊരു പിന്നെ ഒരു ഗൗരവം എന്താ അതിൽ കിടക്കണത്? സാധാരണ ഒരു മനുഷ്യന് അത് ഇവർക്ക് ദാസരൂപം എടുത്ത് വന്ന ഈ യേശുക്രിസ്തു മനുഷ്യരുടെ മുമ്പിലെത്തുമ്പോ മനുഷ്യൻ വേഷം ധരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ആ വേഷം ഏതാണ്? അപ്പൊ ദാസന്റെ രൂപം ഏതാണ്? അപ്പൊ ദൈവത്തിന്റെ രൂപം ഏതാണ്? എന്താണ് ഇപ്പൊ കഥ? മാത്രല്ല അവിടെ 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 ഉള്ള പ്രശ്നം എന്താ അറിയോ? യേശു പറഞ്ഞ എന്തിനാണ് ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞത്? ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രൂപമല്ല എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞത്. ആത്മാവിന് രൂപമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു എന്ന്. അതാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. അതായത് അപ്രാപ്യമാകുന്ന പ്രകാശത്തിൽ വസിക്കുന്നവനാണ് ദൈവം, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ബൈബിളിൽ കൃത്യമായിട്ട് തന്നെ ദൈവത്തിന് രൂപമല്ല എന്ന് പറയണം. അവിടെ ദൈവത്തിന് ഒരു നാളും ആരും കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണുകയുമില്ല എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണുകയുമില്ല എന്ന്. അപ്പൊ ഇവിടെ ദൈവരൂപം എന്ന് പറഞ്ഞൊരു സംഭവമല്ലല്ലോ. ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ പിന്നെ യേശു ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറയുന്നതിൽ എന്താണ് അവിടെ അർത്ഥമുള്ളത്? ഒരർത്ഥമല്ല. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ട് വരുന്നത്. യേശു ദൈവിക പ്രഭാവത്തിൽ, രൂപം എന്ന് പറഞ്ഞാൽ അതിന് പ്രഭാവം എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വിവക്ഷ. ദൈവിക പ്രഭാവത്തിൽ അദ്ദേഹം നിൽക്കുകയാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തും കൊണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എന്താണ്, ഈ പ്രഭാവം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടും അദ്ദേഹം ഗർവിഷ്ഠനാകാതെ എന്തുണ്ട്, അദ്ദേഹം അവിടെ ദാസരൂപം എടുത്തു എന്ന് പറയുന്നത് അവരുടെ ഇപ്പൊ ഈ പിന്നെ ഈ വളരെ ദരിദ്ര നാരായണന്മാരുടെ ഇടയിൽ നിന്ന് അദ്ദേഹം അതിലും താഴെയുള്ള ഒരാളായിട്ട് അവരുടെ കാല് കഴുകി കൊടുക്കുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. അതാണ് ആ ദാസരൂപം എടുക്കുക എന്ന് പറഞ്ഞാല്. അത് ബൈബിളിൽ വളരെ കറക്റ്റാണ്. അത് പിന്നെ പൗലോസ് പറഞ്ഞത് വളരെ കറക്റ്റാ. പക്ഷെ ഇവരത് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ യേശുവിനെ കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാന്. അതിനാണ് ഇവര് ഉപയോഗിക്കുന്നത്. ബൈബിള് പരിശോധിക്കുമ്പോ അതാണ്. അദ്ദേഹം ദാസരൂപം എടുത്തു, ശരിയാണ്. അദ്ദേഹം തന്റെ ഉടുവസ്ത്രം അഴിച്ചിട്ട് എന്ത് ചെയ്തു, അത് അഴയിലിട്ടു. എന്നിട്ട് ഒരു തോർത്ത് ചുറ്റി, അദ്ദേഹം അരയിൽ ഒരു തോർത്ത് ചുറ്റി, ഒരു ടവല്. എന്നിട്ട് അദ്ദേഹം ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് പിന്നെ അത് തുടച്ചു കൊടുക്കുകയാണ്. അതാണ് അവിടെ ദാസരൂപം എടുക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പിന്നെ യേശുവിന്റെ പ്രവൃത്തിയായിട്ട് അവിടെ കാണുന്നത്. മറ്റൊക്കെ ഇവരുടെ സങ്കല്പം മാത്രമാണ്. തെളിവായിട്ട് നമുക്ക് കാണാവുന്നത് യേശുവിന്റെ ദാസരൂപം എന്ന് പറയുന്നത് അതാണ്. കാരണം എന്താ വെച്ചാൽ യേശുവിന്റെ പിന്നെ ആ ശിഷ്യന്മാര് ദരിദ്ര നാരായണന്മാരായിരുന്നു. ബേദാനിയ എന്ന് പറയുന്ന സ്ഥലത്തിന് പേര് വീഴാനുള്ള കാരണം തന്നെ അതാണ്. ബെയ്ത്ത് അനിയ എന്നാണ്. ബെയ്ത്ത്, രണ്ട് വാക്കാണത്. ബെയ്ത്ത് അനിയ. അനിയ എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ, ബെയ്ത്ത് വീട്, പാവപ്പെട്ടവരുടെ വീട്. അവിടെയായിരുന്നു യേശുവിന്റെ ക്യാമ്പ്. നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവിടെ പറയുന്നത്. ദാസരൂപം എടുത്തു എന്ന് പറയുന്നത് ആ ദരിദ്ര നാരായണന്മാരുടെ ഇടയിൽ നിന്നും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിലും ഒരു പിന്നെ തന്നെ താഴ്ത്തിയെന്ന് പറയുന്നത് അതിലും ആ അദ്ദേഹത്തിന്റെ പ്രഭാവം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടും അതിലും അദ്ദേഹം തന്നെ താഴ്ത്തിയും കൊണ്ട് അവരിലും ഒരു താഴെയുള്ള ഒരാളായിട്ട് അവരുടെ കാല് കഴുകി കൊടുക്കുന്ന ഒരു അവസ്ഥ അവിടെ കാണുകയാണ്. ഇതാണ് പൗലോസ് അവിടെ പറയാൻ ശ്രമിച്ചത്.
കാരണം അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായി, ഫിലിപ്പിയർക്കിടയിൽ തർക്കം ഉണ്ടായി. ഞാനാണോ വലിയവന്, നീയാണോ വലിയവന്, മറ്റോനാണോ വലിയവന് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ തർക്കത്തെ അവർക്ക് പരിഹരിച്ചും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിപ്പിയറുടെ ലേഖനം. അതെടുക്കല്ല അവര് ചെയ്യണത്. ഇതിനെ നേരെ യേശുവിനെ ദൈവമാക്കിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ്. അവിടെ കൃത്യമായിട്ട് തന്നെ പറയണ്ടത്, നിങ്ങളിൽ യേശുവിന്റെ ഭാവം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഖനം തന്നെ തുടങ്ങണത്. നിങ്ങളിൽ യേശുവിന്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ ഭാവം എന്താണ്? അദ്ദേഹം പിന്നെ ഈ ദരിദ്ര നാരായണന്മാരുടെ താഴെ ആ ഒരു താഴെ തട്ടിലേക്ക് അദ്ദേഹം പോയി. അതാണ് അവിടെ നമുക്ക് കാണുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ കാണുന്നത്. അല്ല അതിനൊക്കെ ആകത്തുക യേശു പലവട്ടം ആ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ഞാൻ ദൈവമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നാണ് ഇതിൽ ആകത്തുക. എല്ലാ പ്രവൃത്തിയിലും യേശുവിന്റെ പ്രവൃത്തിയിലൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാനൊരു നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് എന്ന് എല്ലാരുടെ മുന്നിലും അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു പല പ്രാവശ്യമായിട്ട്. ഇവരത് എന്തെടുക്കണ്, നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റിയാണ്ട് ദൈവമാക്കിയാണ്ട് പിടിച്ചോണ്ട് വെച്ച്. എന്നിട്ട് ലാസ്റ്റ് മത്തായിയുടെ സുവിശേഷത്തിൽ അതുവരെ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരും സ്വർഗരാജ്യം കരസ്ഥമാക്കില്ല എന്ന് വരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു യേശു ക്രിസ്തു. മത്തായിക്ക്, മാർക്കോസിന്, ലൂക്കോസിന്, ആ പൗലോസിന്, അങ്ങനെയുള്ള അപ്പോസ്തലന്മാർക്കൊക്കെ വെളിപ്പെടുത്തി കൊടുക്കണ്ടേ? പിന്നെ എങ്ങനെയാണ് ഇതിൽ തെറ്റ് സംഭവിക്കുക, വൈരുദ്ധ്യങ്ങൾ വരിക? ഈ ക്രിസ്റ്റ് പാസ്റ്റർ ഈ ക്രിസ്റ്റ് പാസ്റ്റർ എന്ന് പറഞ്ഞ ഈ പാസ്റ്റർ ആരാധിക്കുന്നത് വചനം ജഡമായതിനല്ലേ ആരാധിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ വചനം ജഡമായി എന്നാൽ വചനം ശവമായി എന്നൊരു അർത്ഥമല്ലേ ഇതിന്? അപ്പൊ ഈ ശവത്തെയാണ് ഇവർ ആരാധിക്കുന്നത്. അപ്പൊ ഈ യഹോവയുടെ ഭാര്യയും യഹോവയും കൂടി പറഞ്ഞതാണ്, നാം നമ്മുടെ ചായലും സ്വരൂപത്തിലും. യഹോവയുടെ ഭാര്യയെ ഹവ്വയുടെ രീതിയിൽ, ഹവ്വയുടെ കോലം, ആദമിന്റെ രൂപം യഹോവയുടെ രൂപം. അപ്പൊ നാം നമ്മുടെ ചായലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാല് ഒരു യഹോവയും യഹോവയുടെ ഭാര്യയും. അപ്പൊ അശേര എന്നത് യഹോവന്റെ ഭാര്യ എന്നുള്ള അവിടെ തെളിയല്ലേ? അശേരയാണോ മഗ്ദലന മേരിയാണോന്ന് അറിയില്ല. അശേരയാണ് യഹോവയുടെ ഭാര്യ. ശാന്തപൊട്ട് രൂപത്തിലായിരുന്നു ദൈവത്തിന്റെ രൂപം. ശാന്തപൊട്ട്, നമ്മളെ ഈ ദിലീപിന്റെ ഒരു പടം ഉണ്ടല്ലോ, ശാന്തപൊട്ടും എന്താണ് ആണും പെണ്ണും അല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, ശാന്തപൊട്ട്. ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു പറഞ്ഞാൽ ഇപ്പൊ ദൈവത്തിന്റെ രൂപം. പിന്നെ നാം നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പൊ ഈ ശാന്തപൊട്ട് രൂപമായിരിക്കുമോ? ആണും പെണ്ണുമായിട്ടാണല്ലോ സൃഷ്ടിച്ചത്, 9 സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ 9 രൂപം. അങ്ങനെ പല സംശയങ്ങളുണ്ട്. പക്ഷെ ഒരു ക്രൈസ്ത അപ്പോളജിസ്റ്റുകളും വന്നിട്ട് സംശയം തീർക്കും. പിന്നെ ഈ ദൈവത്തിന്റെ തീരുമാനം, പിന്നെ ജഡരൂപത്തിൽ വരാൻ ഉള്ള തീരുമാനം, ആ ദൈവത്തിന്റെ തീരുമാനത്തെ തിരുത്താൻ മേരിക്ക് സാധിക്കുമായിരുന്നു എന്നാണ്. ഒന്നുകിൽ ഗർഭാശയത്തിൽ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലസിപ്പിക്കാനുള്ള, പിന്നെ അതേപോലെ ഇത് എനിക്ക് തോന്നുന്നത് 3 കൂടിയിട്ട് തീരുമാനിച്ചുറപ്പിച്ചതാണ്. കാരണം ഒന്ന് ഔസേപ്പച്ചൻ, 2 മേരി, 3 പിതാവായ ദൈവം. ഈ 3 കൂടിയിട്ട് യോഗം ചേർന്ന് തീരുമാനിച്ചതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ ദൈവത്തിന്റെ തീരുമാനം ഔസേപ്പ് പൊളിക്കും, അല്ലെങ്കിൽ മേരി പൊളിക്കും. ഔസേപ്പും മേരിയും കൂടെ തീരുമാനിച്ചിട്ട് ഇത് നശിപ്പിക്കണം, ദൈവത്തെ ജനിക്കാൻ വിടരുത് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ആ വയറ്റിൽ വെച്ച് തന്നെ ഈ യേശു ദൈവത്തെ കൊല്ലാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോ എൻ്റെ അഭിപ്രായത്തില് ഈ ദൈവവും ഔസേപ്പച്ചനും മേരിയും കൂടി ഒരു യോഗം ചേർന്ന് തീരുമാനിച്ചതാവാനാണ് സാധ്യത. അതിന് വേറെ പ്രശ്നമുണ്ട്. ഈ യോസേഫച്ചനാണ് രക്ഷപ്പെടുത്തിയത്. മേരി രണ്ടു കൂട്ടരോട് രക്ഷപ്പെടുത്തിയത്. കാരണം 2 വയസ്സുള്ള കുട്ടികളൊക്കെ കൊല്ലാൻ വേണ്ടി ആ രാജാവ് കൽപ്പന ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഔസേപ്പച്ചനാണല്ലോ ഇവർ ആരാധിക്കേണ്ടത്.
യേശുവിനെയും മേരിനെയും ഔസേപ്പച്ചനെയും ഇവർ ആരാധിക്കണോ? അപ്പൊ ഔസേപ്പച്ചന് വലിയ ഉപകാരമാണ് ഇവർക്ക് ചെയ്തു കൊടുത്ത്. അപ്പൊ ഇത് ദൈവത്തെ ജീവിക്കാൻ വിട്ടു. അതിന് ശേഷം പിന്നെ ക്രൂശിലേറ്റാനും വിട്ടുകൊടുത്തു എന്നല്ലേ? പിന്നെ പാപം ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഉണ്ടാക്കിയത് ഔസേപ്പച്ചനാണ്. അപ്പൊ അയാളെയാണ് ആരാധിക്കേണ്ടത് ഒന്നാമത്. ഔസേപ്പച്ചനെ ആരാധിക്കണം, മേരിനെ ആരാധിക്കണം. മേരി അമ്മയായിട്ട് ഈ പിന്നെ കർത്താവിന്റെ ദൈവത്തിന്റെ അമ്മയല്ലേ മേരി? എന്ത് പ്രസവിച്ച ആ മേരിയെ വിട്ടിട്ട് ഇവർക്ക് ശരിക്കും അവര് വേറെ പരിശൂരെ ഒഴിവാക്കാം, എന്നാലും കുഴപ്പമില്ല. മേരിനെ ഒഴിവാക്കാൻ പറ്റില്ല. മേരില്ലായിരുന്നെങ്കിൽ ദൈവം ജഡമായിട്ട് ശവമായിട്ട് ഭൂമിയിൽ വരില്ലായിരുന്നു അല്ലേ? അപ്പൊ ഇവര് ഈ പെന്തോകൾ മേരിനെ എന്ത് ചെയ്യാണ്? മുഖത്തോടായിട്ടൊക്കെ കാണുക. ഈ ചോദ്യം നമ്മൾ ഒന്ന് ചോദിച്ചിട്ടും പിന്നെ പിറ്റേ ദിവസം ചോദിച്ചു, അന്നും ഒരു മറുപടി അറിയില്ല. അവര് വല്ല ഓടിയിട്ട് വിഷയം മാറ്റി. ഇവര് ആ ചോദിച്ചത് അറിയുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ മേരിയെ ദൈവത്തിന്റെ അമ്മയായിട്ട് കാണുന്നില്ല?